വീണ്ടും വാർത്തയിലേക്ക്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും പുനരധിവാസ പ്രവർത്തനങ്ങളും സൈനിക നടപടിയും ഒരുപോലെ ശക്തമാക്കാനും ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം നൽകി. റായ്പൂരിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായും ഉന്നതതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ജിഷ്ണു, മാവോയിസ്റ്റ് ഭീകരവാദത്തെ സമ്പൂർണ്ണമായി തുടച്ചു നീക്കുന്ന പ്രവർത്തനങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഉണ്ടാവുന്നത്. ഇപ്പോൾ ഛത്തീസ്ഗഡിലാണ് മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നത്. ഇക്കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിലയിരുത്തുകയും ചെയ്തല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം നിലവിൽ ശക്തമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചത് ഈ വർഷത്തോടുകൂടി രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കും എന്നുള്ളതായിരുന്നു. ഇന്ന് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് അമിത്ഷാ ഛത്തീസ്ഗഡിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം എന്നുള്ളത് ഇന്നിപ്പോൾ റായ്പൂരിൽ ചേർന്നിട്ടുള്ള സുരക്ഷാ അവലോകന യോഗമാണ്. യോഗത്തിൽ ഛത്തീസ്ഗഡിൽ നടക്കുന്ന മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾ അതിസൂക്ഷ്മമായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തിയിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീകരവാദം സംസ്ഥാനത്ത് നിന്ന് പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഛത്തീസ്ഗഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അമിത്ഷാ നൽകിയിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കീഴടങ്ങുന്നവർക്ക് പുനരധിവാസ പ്രവർത്തനവും സൈനിക നടപടിയും ഒരുമിച്ച് ഒരേപോലെ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകണമെന്ന നിർദ്ദേശവും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വശത്ത് സൈനിക നടപടിയും മറുവശത്ത് കീഴടങ്ങുന്നവർക്ക് പുനരധിവാസവും ഉറപ്പാക്കിക്കൊണ്ടാണ് നിലവിൽ രാജ്യത്ത് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി മുൻപോട്ട് പോകുന്നത്. നേരത്തെ രാജ്യത്തെ 48 ജില്ലകളിലധികം മാവോയിസ്റ്റ് ഭീകരവാദം നിറഞ്ഞു നിന്നിരുന്നെങ്കിൽ ഇന്നത് 8 ജില്ലകളിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട്. അതും ഈ വർഷത്തോടുകൂടി പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയോജിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് ഛത്തീസ്ഗഡിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് ഛത്തീസ്ഗഡിലെ സുരക്ഷാ ക്രമീകരണങ്ങളും മാവോയിസ്റ്റ് വിരുദ്ധ നടപടികളും വിലയിരുത്തിയത്. യോഗത്തിൽ ഛത്തീസ്ഗഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ, സുരക്ഷാ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഇന്ന് അമിത്ഷായുടെ സന്ദർശനം തൊട്ട് മുൻപ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ സുക്മ, ബീജാപൂർ 2 മേഖലകളിലായി 51 ഭീകരർ, തലയ്ക്ക് 1,60,00,000-ലധികം രൂപ വിലയിട്ട 51 ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങിയിരുന്നു. വിനോദ്, തീർച്ചയായും ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ഭീകരവാദം സമ്പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ നടന്ന ഉന്നതതല യോഗത്തിൽ വ്യക്തമാക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളും അദ്ദേഹം വിലയിരുത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.